ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSRF തേർഡ് ലാബാണ്. ആൻഡ് ഫസ്റ്റ് സെക്കൻഡ് ലാബ് ഞാനൊരു SSRF എന്താണ് വീഡിയോ അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ലാബ് ചെയ്തിട്ടൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. സോ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, സോ നമ്മളിന്ന് ലാബ് 3 ആണ് നോക്കാൻ പോകുന്നത്. ഇതെന്താ വെച്ചാൽ SSRF വിത്ത് ബ്ലാക്ക് ലിസ്റ്റ് ബേസ്ഡ് ഓൺ ഇൻപുട്ട് ഫിൽറ്റർ. അതായത് നമ്മൾ കുറച്ച് ഇതിൽ എന്താ പറയുക വെച്ചാൽ കുറച്ച് വേർഡ്സ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ടാസ്ക് എന്താ വെച്ചാൽ യൂഷ്വലി ഫസ്റ്റ് 2 ലാബിലെ പോലെ തന്നെ നമുക്ക് എന്താ സ്റ്റോക്ക് ചെക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് അവിടെ നമ്മൾ പോയിട്ട് എന്താക്കണം, ആ ഇൻ്റർഫേസിൽ പോയിട്ട് നമ്മൾ അഡ്മിൻ URL ആ ചേഞ്ച് ചെയ്തിട്ട് അഡ്മിൻ URL നമുക്ക് ആക്സസ് ചെയ്തിട്ട് ആ കാർലോസിനെ ഡിലീറ്റ് ആക്കണം. സോ നമുക്കിതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിന് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് ഇതിലെ മെയിൻ ഇഷ്യൂ. സോ നമുക്ക് ഫസ്റ്റ് ലാബ് ആക്സസ് ആക്കാം. ഓക്കെ, ലാബ് ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും പ്രോഡക്റ്റ് ക്ലിക്ക് ആക്കുക. അപ്പോൾ താഴെ വന്നാൽ കാണാൻ പറ്റും ചെക്ക് സ്റ്റോക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇനി പ്രോക്സി ഓൺ ആക്കാം, ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കാം. ഇനി ഓക്കെ, ഇപ്പോൾ ചെക്ക് സ്റ്റോക്ക് കൊടുക്കുക. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് റിപ്പീറ്ററിൽ കൊടുത്തിട്ട് റിപ്പീറ്ററിൽ വെച്ച് നോക്കാം. ഇനി ഇപ്പോൾ ആസ് യൂഷ്വൽ 2 ലാബ് ചെയ്തപ്പോൾ എന്താണ് നമ്മൾ സ്റ്റോക്ക് API ഓൺലി പാരാമീറ്റർ വൾണറബിൾ ഉള്ളത്. അപ്പം ഇത് നമ്മൾ എങ്ങനെ ചേഞ്ച് ആക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് കാണണേ Ctrl+Shift+U ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് എത്തിക്കോളും. ഓക്കെ, ഇതിൽ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു 8080 പോർട്ടിൽ നിന്ന് എഴുതുന്ന ചെക്ക് ലിസ്റ്റ് പ്രോഡക്റ്റ് ID 1 ആണെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, Ctrl+U എടുത്തിട്ട് ഒന്ന് ബാക്ക് ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ചേഞ്ച് സ്റ്റോക്ക് ചെക്ക് URL ടു അഡ്മിൻ ഇൻ്റർഫേസ്. അപ്പം നമുക്ക് അഡ്മിൻ ഇൻ്റർഫേസിലേക്ക് കൊടുത്തു നോക്കാം. ഫസ്റ്റ് ചേഞ്ച് ആക്കണ്ട, ജസ്റ്റ് Ctrl+Shift+U എന്ന് കൊടുത്താക്കാം. എന്നിട്ട് ഇനി നമുക്കിതിൽ ചേഞ്ചസ് വരുത്താം. ഇത് ഫുള്ളി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് HTTP നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ലോക്കൽ ഹോസ്റ്റ് വെച്ച് ആക്സസ് ആക്കാൻ നോക്കാം. HTTP ലോക്കൽ ഹോസ്റ്റ് ഫസ്റ്റ് നമുക്ക് ലോക്കൽ ഹോസ്റ്റ് മാത്രം കൊടുത്തു നോക്കാം. ഓക്കെ, മിസ്റ്റേക്ക് ഉണ്ടല്ലോ, സോറി ഗൈസ്. അപ്പം നമ്മൾ സെൻഡ് കൊടുത്തപ്പം നമുക്ക് വന്നതാണ് എക്സ്റ്റേണൽ സ്റ്റോക്ക് ചെക്ക് ബ്ലോക്ക്. അതായത് നമ്മൾ ബ്ലോക്കിലേക്ക് ഉണ്ടെന്ന്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ലോക്കൽ ഹോസ്റ്റ് എന്ന വേർഡ് എന്താണ് ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന്. എന്താ വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ഇപ്പം അറ്റാക്കർ വരുമ്പോൾ ഇങ്ങനത്തെ നെയിം കൊടുക്കുമ്പോൾ അവർ ബ്ലോക്ക് ആക്കണം. ഒരു സംഭവം വൾണറബിൾ ആക്കാതിരിക്കാൻ വേണ്ടി ട്രൈ ആക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റിൽ പറ്റത്തില്ല. ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് അഡ്മിൻ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം ലോക്കൽ ഹോസ്റ്റ് ഓൾറെഡി വൾണറബിൾ ആണ്. ഇനി നമുക്ക് എന്നാൽ ഒരു IP അഡ്രസ്സ് നോക്കി വെക്കാം നമ്മളെ ഫെച്ച് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ IP അഡ്രസ്സ് പറയുന്നത് 127.0.0.1. ഇപ്പം ഇത് എങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. ഇതും ബ്ലോക്കാണ്. ഓക്കെ, നമുക്ക് മറ്റേ IP അഡ്രസ്സ് ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു മെത്തേഡ് നോക്കി നോക്കാം. ഇത് ബ്ലോക്കാണ് അല്ലേന്ന്. ഓക്കെ, ഈ ഒരു മെത്തേഡ് ബ്ലോക്ക് അല്ല. യൂഷ്വലി 00 അത് ആഡ് ആയിക്കോളും, പക്ഷേ ഈ മെത്തേഡ് ബ്ലോക്ക് അല്ല. ഇതിൽ നമുക്ക് ഇനി അഡ്മിൻ കിട്ടുന്നുണ്ടോ നോക്കണ്ടേ. ഓക്കെ, അഡ്മിൻ പാനലുണ്ട്. ഇനി നമുക്ക് ഇവിടെ അഡ്മിൻ ആക്സസ് ആക്കാൻ പറ്റും നോക്കാം. അഡ്മിൻ ബ്ലോക്കാണോ അല്ലേ നമുക്ക് അതിൽ നോക്കാം. ഓക്കെ, അഡ്മിനും ബ്ലോക്കാണ്. സോ നമുക്ക് ഈ വഴി കൂടെ അഡ്മിൻ പാനൽ ആക്സസ് ആക്കാൻ പറ്റില്ല. അപ്പം അഡ്മിൻ ഇതിലുണ്ട് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കി. അപ്പം നമുക്ക് എന്താക്കാം, ഇതിലുള്ള കുറച്ച് ഈ അഡ്മിൻ്റെ പേരിന് വേർഡ് ആ വേർഡിനാണല്ലോ കുഴപ്പം. അപ്പം നമുക്ക് ഈ വേർഡിനെ നമുക്ക് നമുക്ക് ചേഞ്ച് ആക്കാം. എന്നിട്ട് AIനെ നമുക്ക് കൺവേർട്ട് ആക്കിയിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ആക്കുക. സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് അതിൽ കൺവേർട്ട് സെക്ഷനിൽ പോയിട്ട് URL പോയിട്ട്
എൻകോഡ് ഓൾ ദ ക്യാരക്ടേഴ്സ് കൊടുക്കുക. എന്നിട്ട് എന്താ അത് സെൻഡ് ആക്കി വെക്കുക. പോകുന്നുണ്ടോ നോക്കാം. സ്റ്റിൽ ബ്ലോക്കാണ്. എന്നിട്ട് വീണ്ടും അത് സെലക്ട് ചെയ്തിട്ട് URL encode all the characters ഇത് കൊടുത്ത് നോക്കാം. സെൻഡ്. യെസ്, നമ്മളെന്താ ജസ്റ്റ് വീണ്ടും അതേപോലെ തന്നെ എൻകോഡ് ചെയ്ത് നോക്കിയത് തന്നെയാണ് URL. ഇത് നമുക്കല്ലാതെ വേറെ മെത്തേഡ് ഉണ്ട്. നമുക്ക് നമ്മൾ ആ ഒരു IP അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ പോയിട്ട് IP അഡ്രസ് ടു ഒക്ടൽ എന്നങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്കൊരു വേർഡ് ലിസ്റ്റ് കിട്ടും, നമ്പേഴ്സ് കിട്ടും. അത് വേസ്റ്റ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ അഡ്മിൻ്റെ 4 മാച്ചസ് ഉണ്ട് പറഞ്ഞ് 4 അഡ്മിൻ പാനൽ നമുക്ക് ആക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്മിൻ പാനലിലേക്ക് ഓപ്പൺ ആക്കാൻ നോക്കാം. HTTP നേരത്തെ ചെയ്തത് പോയി ഒന്നും കൂടെ നോക്കാം. ആസ് യൂസിനകത്തെ പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ആക്കുക. കൺവേർസേഷൻ URL എൻകോഡ് ഓൾ ദി ക്യാരക്ടേഴ്സ് അതുപോലത്തെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് വീണ്ടും ട്രൈ ആക്കുക. ആ സെയിം സാധനം കോപ്പി ചെയ്യുക, സെലക്ട് ആക്കുക, കൺവേർസേഷൻ കൊടുക്കുക, URL okay what's issue okay നോക്കിയേക്കാം. അപ്പോൾ നമ്മൾ മാച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ആകുമ്പോൾ അഡ്മിൻ മാച്ച് ആയിട്ടുണ്ട്. ഇനി അഡ്മിൻ്റെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അഡ്മിൻ പാനലിൽ പോയിട്ട് നമുക്ക് കാർലോസിനെ ഡിലീറ്റ് ആക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് അഡ്മിൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാർലോസിനെ സെർച്ച് ആക്കാം. ഓക്കെ, കാർലോസിൻ്റെ ഡിലീറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കോപ്പി പേസ്റ്റ് ആക്കാം. യെസ്, നമ്മളെ ലാബ് സോൾവ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കാർലോസിനെ ഡിലീറ്റ് ചെയ്ത് അഡ്മിൻ പാനൽ ആക്സസ് ചെയ്തിട്ട് അഡ്മിൻ എന്ന വേർഡിനാണ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ വേർഡ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ലൈക്ക് വൾനറബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ച്. Okay, so we solved the lab. So I hope it was easy and understandable. എന്തെങ്കിലും ഡൗട്ടോ ലൈക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലെങ്കിൽ പ്ലീസ് ഡു ദ കമൻറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പം നെക്സ്റ്റ് ലാബായിട്ട് വീണ്ടും കാണാം. ബൈ.